ഹായ് ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ കുറേയായി വീഡിയോസ് ഇട്ടിട്ട് ഇങ്ങനെ ലേറ്റ് ആവുന്നതിന് കാരണം വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ലാസ്റ്റ് ഘട്ടത്തിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാരണം കൊണ്ടാണ് വീഡിയോസൊക്കെ ലേറ്റ് ആവുന്നത്. നല്ല വീഡിയോസൊന്നും ഇടാൻ അപ്ലോഡ് ചെയ്യാനൊന്നും പറ്റുന്നില്ല. ഇൻഷാ അല്ലാഹ് നമുക്ക് നല്ല വീഡിയോസായിട്ട് വരണം. പുതിയ വീട്ടിൽ പുതിയ ഗാർഡനൊക്കെ സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ നിങ്ങളുടെയൊക്കെ ഹെൽപ്പ് വേണം അതിന്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10 മണി, അതായത് ടേബിൾ റോസിൻ്റെ ടിപ്സുകളാണ്. കേടുവരാതിരിക്കാനുള്ള, നഷ്ടപ്പെട്ടു പോവാതിരിക്കാനുള്ള മൺസൂൺ ടിപ്സുകളാണെന്ന് പറയുന്നത്. നമ്മൾ കയ്യിൽ ഒരു 10 മണി ചെടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരുപാട് കളേഴ്സ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഭയങ്കര ആഗ്രഹമായിരിക്കും. ഒരു കഷ്ണം കിട്ടിയാൽ അടുത്ത കളർ കിട്ടണം, അടുത്ത കളർ കിട്ടണം, അങ്ങനെ ആയിരിക്കും. എൻ്റെ മമ്മിയൊക്കെ അങ്ങനെയാണ്. ഒരു കളർ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത കിട്ടണം, അടുത്ത, അങ്ങനെ 12 കളറോളം ചെടി ഉണ്ടായിരുന്നു ഈ 10 മണിയുടെ. അതേപോലെ തന്നെയാണ് അതിൽ നിന്നൊന്ന് നഷ്ടപ്പെട്ട് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര വിഷമമായിരിക്കും, ഭയങ്കര സങ്കടമായിരിക്കും. അത് പോയല്ലോ, അത് ഇനി എവിടെ നിന്ന് കിട്ടും, അങ്ങനെയുള്ള ടെൻഷനായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്കാണ് ഈ ഒരു ടിപ്സ്. പ്രത്യേകിച്ചും മഴക്കാലത്താണ് ഓരോരോ ചെടികളും നഷ്ടപ്പെട്ടു പോവാറ്. പ്രത്യേകിച്ച് 10 മണി റെയർ കളറുകളൊക്കെ, റെഡൊക്കെ അങ്ങനെയാണ് പോവാറ്. റെഡ് എൻ്റെ മമ്മീൻ്റെ കയ്യിൽ നിന്ന് ഇതുപോലെ നഷ്ടമായിട്ട് ഭയങ്കര സങ്കടമായിരുന്നു. അത് കിട്ടോളം അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ ഇപ്പോൾ എന്തായാലും ചോപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോസൊക്കെ നമ്മളെ നുസൈബത്താൻ്റെ ഗാർഡനത്തെ വീഡിയോസാണ്. അപ്പോൾ ഇന്ന് പറയുന്നത് മഴക്കാല ടിപ്സും നമ്മൾ ഓരോരോ ചെടിയും പോവാതെ നോക്കാനുള്ള ഓരോരോ ട്രിക്സൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ കാണുന്ന ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ പ്രസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ സാധാരണയായിട്ട് 10 മണി ചെടികൾ നഷ്ടപ്പെട്ടു പോകുന്നത് മഴക്കാലത്താണ്. മഴയത്ത് നിന്ന് ചീഞ്ഞിട്ടും അതിലെ വളങ്ങളും മണ്ണും ഒക്കെ ഒലിച്ചു പോയിട്ട് അങ്ങനെയാണ് സാധാരണ 10 മണി ചെടികൾ ചീഞ്ഞ് നഷ്ടപ്പെട്ടു പോകുന്നത്. ആ ഒരു സമയത്ത് സാധാരണയായിട്ട് പൂക്കൾ കുറവായിരിക്കും. വെയിലില്ലാത്തത് കൊണ്ടും മഴ പെയ്തത് കൊണ്ടും ഒക്കെ കൂടി പൂക്കൾ വളരെ കുറവായിട്ടാണ് കാണാറ്. ഇത് സ്വാഭാവികമാണ്, പൂക്കൾ കുറവായിരിക്കും മഴക്കാലത്ത്. അപ്പോൾ നമ്മൾ അതിനെ ചെടിയെ സംരക്ഷിക്കലാണ് നമ്മൾ മെയിനായിട്ട് മഴക്കാലത്ത് ചെയ്യേണ്ട കാര്യം. അപ്പോൾ നമ്മൾ പുറത്ത് വെച്ചിട്ടുള്ള ചെടികൾ നല്ല വെയിലും സൂര്യപ്രകാശവും ഒക്കെ വേണ്ട ചെടിയാണ്. അപ്പോൾ നമ്മൾ നല്ല വെയിലുള്ള സ്ഥലത്തായിരിക്കും സാധാരണ കൊണ്ടുവച്ചിട്ടുണ്ടാവുക. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് എടുത്ത് മാറ്റിയിട്ട് ഒരു ഷെയ്ഡിലേക്ക് മാറ്റി വെക്കുക. നമ്മുടെ വീടിൻ്റെ ഇറയത്തോ അതുപോലെ തണലുള്ള മറ്റേതെങ്കിലും ഭാഗത്തേക്ക്, തണലല്ല മഴ നനയാത്ത ഏതെങ്കിലും ഭാഗത്തേക്ക് മാറ്റി വെക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഇനി നിങ്ങളുടെ ചെടികൾ നല്ല ഇലകളൊക്കെ പോയി ചീഞ്ഞ് ഒരു മഴയൊക്കെ നനഞ്ഞിട്ട് കേടാവാൻ പോകുന്ന ചെടികൾ പെട്ടെന്ന് തന്നെ അതിൻ്റെ കമ്പുകൾ കട്ട് ചെയ്ത് മാറ്റിയിട്ട് വേറൊരു പോട്ടിലേക്ക് മാറ്റി നടാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും ചെടികൾ തൽക്കാലം പിടിപ്പിക്കാനൊക്കെ ആണെങ്കിൽ ചെറിയ ചെറിയ പാത്രങ്ങളിൽ വെച്ച് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് പൂവ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ വലിയ പോട്ടുകളിലേക്ക് മാറ്റി കൊടുക്കാൻ ശ്രദ്ധിക്കണം. വലിയ പോട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നുണ്ട്. അപ്പോൾ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക ഇഷ്ടമായവരൊക്കെ.